പറയുന്നത്. നമുക്ക് അവിടെ വേണ്ടുന്ന വിവിധ കമ്പനികളുടെ വിവിധ സാധനങ്ങൾ അവിടെ ഉണ്ട്. വേറെ കടയെ ആശ്രയിക്കേണ്ട കേസില്ല. എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അതിനെയല്ല നമ്മൾ മാളെന്ന് പറയും അല്ലെ. എന്നതുപോലെ ഒരു മാർക്കറ്റ് പ്ലേസ് PVC മെറ്റയിൽ ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നു. റെയിൽവേ ഇന്റർനാഷണൽ ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നു. ഈ ലോകത്തിന്റെ കീഴിൽ നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണോ വേണ്ടത്, എന്തൊക്കെ പ്രവർത്തികളാണോ വേണ്ടത്, അതെല്ലാം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു റെയിൽവേ ഇന്റർനാഷണൽ PVC മെറ്റ പ്ലാറ്റ്ഫോമിലൂടെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ ലോകത്തിന്റെ കീഴിൽ നമുക്ക് വേണ്ടുന്ന എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സംവിധാനമായിട്ട് ആ ചിറകിന്റെ കീഴിൽ നമുക്ക് അവിടെ കംഫോർട്ടായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ത് ചെയ്യുന്നു? PVC മറ്റേ എടുക്കുന്നു, പേരുടെ പ്രാവശ്യം എടുക്കുന്നു. ഇവിടെ ശരിക്കും വെർച്വൽ ഓഫീസുകൾ ഉണ്ടാവും, സ്റ്റോറുകൾ ഉണ്ടാവും, കൊമേഴ്സ് സ്റ്റോറുകൾ. അത് എന്റെ അറിവ് ശരിയാണെങ്കിൽ മിനിമം ഏതാണ്ട് 60 സ്റ്റോറുകളിൽ കൂടുതലൊക്കെ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. വിവിധ തരം ഗെയിമുകൾ ഉണ്ടാവും. ഇന്ന് ഈ ലോകത്തെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒന്നാണ് മെറ്റാവേഴ്സ് അല്ലെ. ഇനി അവിടെ ആ മെറ്റാവേഴ്സിലൊക്കെ നമുക്ക് എന്താണ് അവതാറുകളൊക്കെ ആയിട്ട് പോകാനും അതുപോലെ തന്നെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള അവതാറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റോറുകൾ വരെ ഇവിടെ ഉണ്ടാവും. അതുപോലെ നിരവധി ഇവന്റുകൾ, എന്താ കല്യാണത്തിന്റെ ഫംഗ്ഷൻസ്, അങ്ങനെയൊക്കെയുള്ള നിരവധി ഇവന്റുകൾ അവിടെ നടക്കുന്നുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് അവതാറിന്റെ ആ ഒരു ഫ്ലോയില് നമുക്ക് പോകാനും അത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പോകാൻ, അങ്ങനെ ദിവസേന നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ഇവിടെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ലക്ഷറി കാറിൽ ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, അതോ കാറ് വാങ്ങണോ വിൽക്കണോ, എന്തിനാ ലക്ഷറി കാറിന്റെ കാര്യങ്ങൾ പറയുന്നത്? എല്ലാ പ്രക്രിയയും ഇവിടെ ഉണ്ടാവും. ഇനി ഇതാ ലോകത്തിന് പുതിയ പേയ്മെന്റ് മെത്തേഡ് വരാൻ വേണ്ടി പോകുന്നു റെയിൽവേ ഇന്റർനാഷണലിലൂടെ. UFI, യൂണിവേഴ്സൽ ഫിനാൻസ് ഇൻസ്ട്രുമെന്റ് എന്നാണ് ശരിക്കും അതിൽ പറയുക. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെർച്വൽ അല്ല, ഫിസിക്കൽ സ്റ്റോറുകൾ, സാധനങ്ങൾ വാങ്ങാൻ, ബസ് ടിക്കറ്റ് എടുക്കാൻ, ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ, എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, അങ്ങനെ ഈ ഭൂമിയിലുള്ള എല്ലാം ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണോ വേണ്ടുന്നത് അതെല്ലാം ഒരു കുടക്കീഴിലേക്ക് വരികയാണ്. അപ്പൊ പല ആൾക്കാർ സംശയിച്ചേക്കാം, ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യങ്ങളാണല്ലോ, കുറെ നാളുകളായല്ലോ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്, ഇത് പ്രാവർത്തികമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം ഇത് Web 3 കാലഘട്ടം അല്ലെ. അപ്പൊ ആ Web 3 ബന്ധപ്പെട്ട് നിരവധി ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതിൻ്റെതാവുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ Web 3 അപ്ഡേഷൻസ് പുരോഗമിക്കുന്നു. അത് തീരുന്ന ആ മുറയ്ക്ക് ഇതെല്ലാം വന്ന് ചെയ്തു ഫ്രണ്ട്സ്. അതുകൊണ്ട് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ റെഡി ആയിട്ടിരിക്കുക. ഇവിടെയാണ് നമ്മളെ ദൈവം അനുഗ്രഹിച്ചത്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മുൻപേ കിട്ടുന്നു. പണ്ട് ബിറ്റ്കോയിന്റെ സമയത്ത് നമുക്കിത് തന്നിരുന്നെങ്കിൽ ഒരു 5 രൂപയ്ക്ക് മേടിച്ചു വെച്ചോ, നാളെ ഇത് കോടികൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്നൊരു ഇൻഫർമേഷൻ ഒരു ചായയുടെ പൈസ കൊടുത്തിട്ട് നമ്മൾ പോയാൽ പോട്ടെ, 5 രൂപയല്ലേ ഉള്ളൂ, മേടിച്ച് വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരായവരെ. അപ്പൊ ശരിക്കും ഇങ്ങനെയുള്ള സീരിയസ് ആവുന്ന ഇൻഫോർമേഷൻസ് നേരത്തെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു ഭാഗ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ശരിക്കും ഇവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ PVC മെറ്റ യൂണിവേഴ്സിന് അതിന് പകരം വേറെ എന്ത് നമ്മൾ പറയും? ഇതിന് പകരമായിട്ട് വേറെ ഒന്നുമില്ല, PVC മെറ്റ യൂണിവേഴ്സ് മാത്രം. റെയിൽവേ ഇന്റർനാഷണലിന് പകരം റെയിൽവേ ഇന്റർനാഷണൽ മാത്രം. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ എയർലി ബേർഡ് ഓഫറിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണ്. ഒരാൾ അയാളുടെ ബിസിനസ്സിലേക്ക് ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. എന്താണ് എയർലി ബേർഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരാൾ എന്ത് ചെയ്തു? അയാളുടെ ബിസിനസ്സിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അദ്ദേഹം കഠിനമായിട്ട് പരിശ്രമത്തിന്റെ ഫലമായി അടുത്ത വർഷം ഈ ബിസിനസിനെ ഇരട്ടിയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് പറ്റി. അങ്ങനെ ഓരോ വർഷവും ഇരട്ടിയാക്കി കൊണ്ടുപോകാൻ സാധിച്ച ഒരു ഇതാണെങ്കിൽ ഒരു 10 വർഷത്തെ കാലത്തെ കണക്ക് നമ്മൾ എടുത്താൽ ആദ്യത്തെ വർഷം 1 ലക്ഷത്തിന്റെ ബിസിനസ് ആയിരുന്നു, രണ്ടാമത്തെ വർഷം അത് 2 ലക്ഷത്തിന്റെ ആയി, 3-ാം വർഷം അത് 4 ലക്ഷത്തിന്റെ ആയി, 4-ാം വർഷം അത് 8 ലക്ഷത്തിന്റെ ആയി, 5-ാം വർഷം അത് 16 ലക്ഷത്തിന്റെ ആയി, 6-ാം വർഷം അത് 32 ലക്ഷത്തിന്റെ ആയി, 7-ാം വർഷം അത് 64 ലക്ഷത്തിന്റെ ആയി, 8-ാം വർഷം അത് 1,28 ലക്ഷത്തിന്റെ ആയി, 9-ാം വർഷം അത് 2 കോടിക്ക് മുകളിൽ 2,56,00,000 ഒരു അവസ്ഥയിലേക്ക് വന്നു. 10-ാമത്തെ വർഷം അത് 5,12,00,000 രൂപയിലേക്ക് വന്നു. ഇങ്ങനെ ഒരു ബിസിനസ്മാൻ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, അദ്ദേഹം എടുക്കുന്ന എഫോർട്ട് എന്ന് പറയുന്നത് എത്രമാത്രം വലുതായിരിക്കും, എത്രമാത്രം അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവും, എന്തുമാത്രം വേറെ എങ്ങോട്ടും പിന്തിരിയാനേ സാധിക്കത്തില്ല. എന്നാൽ ഇവിടെ PVC മെറ്റ ഇതുപോലെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എയർലി ബേർഡ് ഓഫറിലൂടെ നമ്മുടെ മുമ്പാകെ തരികയാണ്.
നമ്മുടെ മുമ്പാകെ തരികയാണ്. എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു 1 ലക്ഷം രൂപയുടെ കാര്യത്തിന് നമ്മൾ ഫാമിംഗ് ചെയ്തു എന്ന് കരുതുക പറയുന്നത്. അതൊരു 10 തവണ ഒന്ന് കോമ്പൗണ്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. നമുക്കറിയാം, ആ ഒരു 10 പ്രാവശ്യം നമുക്കൊന്ന് കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ തീർച്ചയായിട്ടും 5 കോടിക്ക് മുകളിലേക്ക് ഇത് മൾട്ടിപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഒരു കാര്യമാണ് മനസ്സിലാക്കണം. അതായത് ശരിക്കും 1 ലക്ഷം രൂപയുടെ കേസിലാണ്. അപ്പൊ നോക്കിക്ക, ആ 5 കോടിക്ക് പുറത്തേക്ക് പോകും. ഇന്ന് ഈ ലോകത്ത് കോമ്പൗണ്ടിങ് പോലെ ഇത്രയും വലിയൊരു അവസരം ശരിക്കും പറഞ്ഞാൽ ലോകത്തിന്റെ കീഴിലില്ല. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് മാസം തോറും വരുന്ന റിട്ടേൺ, നമുക്ക് 0.20 വെച്ചുള്ള റിട്ടേണിന്റെ കാര്യങ്ങൾക്കകത്ത് വരുന്നു. ആ വരുന്ന ഒരു കാര്യത്തിനകത്ത് എയർലി ബോർഡ് ഓഫർ നമ്മൾ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ ആദ്യത്തെ അക്കൗണ്ടിന് 0.90 കിട്ടും. ബാക്കിയുള്ള 2 അക്കൗണ്ടുകൾ, 3 അക്കൗണ്ടുകളാണ് നമുക്ക് വേണ്ടത്. അത് 100 USDT നമുക്ക് വേണം സ്റ്റാർട്ട് ചെയ്യാം, 500 USDT കണക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, 1000 USDT സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണോ നമുക്ക് എങ്ങനെ ചെയ്താലും, അല്ലെ 1 ലക്ഷം രൂപയുടെ കാര്യത്തിൽ നമുക്കൊരു 800 USDT കാര്യത്തിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഏർലി ബേർഡ് ഓഫർ ആയിട്ട് നമ്മൾ 3 അക്കൗണ്ടുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ അക്കൗണ്ടിന് 0.20 സ്ഥാനത്ത് നമുക്ക് ലഭിക്കുക 0.90 ആണ്. അതായത് ശരിക്കും വെറും 7 മാസക്കാലങ്ങൾ കൊണ്ട് ശരിക്കും അതിന്റെ ഫണ്ട് ഡബിൾ ആയിട്ട് മാറ്റി തരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അപ്പൊ ഈ വരുന്ന സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യുക? അന്നേരം സെല്ല് ചെയ്യാതെ, വിറ്റ് പൈസയാക്കാതെ നമ്മൾ അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ടിങ്. അങ്ങനെ നിങ്ങൾക്കൊരു 10 ടൈംസ് നിങ്ങൾക്ക് ഒന്ന് കോമ്പൗണ്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും എന്തായിട്ട് മാറും? നിങ്ങൾക്ക് 5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സമ്പാദിക്കാൻ സാധിക്കും. വെറും 1 ലക്ഷം രൂപയുടെ കേസ് ഞാൻ പറഞ്ഞു. ഇനി ഒന്നുകൂടെ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു കഥ പറയാം. ഇതും കൂടെ പറഞ്ഞ് ഞാൻ എന്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. പണ്ട് ഒരു രാജ്യത്ത് വളരെ ഒരു ധനികനായിട്ടുള്ള, അതോടൊപ്പം തന്നെ വളരെ അഹങ്കാരിയൊക്കെ ആയിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ അഹങ്കാരിയാക്കിയത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് തനിക്ക് ഇത്രയൊക്കെ ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇദ്ദേഹത്തിന് വലിയൊരു ക്വാളിറ്റി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇദ്ദേഹം പറയുന്ന വാക്ക് പാലിച്ചിരിക്കും. അതിന് യാതൊരു മാറ്റമില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ശരിക്കും ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടി. കാരണം എന്താണ്? ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അവസാനം ജനങ്ങൾ ആകെപ്പാടെ ബുദ്ധിമുട്ടിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു സന്യാസി വരികയുണ്ട്. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ വളരെ സൗമ്യമായിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്ത് ചെയ്തു? ജനങ്ങളിൽ കുറച്ച് ആൾക്കാർ ഈ സന്യാസിയെ ചെന്ന് കണ്ടിട്ട് സങ്കടം ഉണർത്തിച്ചു. ഈ രാജാവിന്റെ പീഡനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് ചെയ്യണം, അങ്ങനെ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പം സന്യാസി ചോദിച്ചു, എന്താണ് പ്രശ്നം? അത് രാജാവ് ഇങ്ങനെ പെരുമാറാനുള്ള കേസ് എന്താണ്? അപ്പൊ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, അതാണ് രാജാവിനെ അഹങ്കാരിയാക്കി മാറ്റുന്നത്. ഏതായാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാം എന്ന രീതിയിൽ സന്യാസി അവരോട് സംബന്ധിച്ചു. അപ്പം അദ്ദേഹം നോക്കി. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത് എന്താ വെച്ചാൽ ഇദ്ദേഹം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അത് പാലിച്ചിരിക്കും. അത് ഒരു കാരണത്താൽ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരാളല്ല. അങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഈ സന്യാസി വരിയൻ കൊട്ടാരത്തിലെത്തി. അപ്പൊ നമുക്കറിയാം, അങ്ങനെയൊക്കെ സന്യാസി വരിയെന്നൊക്കെ വരുന്ന സമയത്ത് രാജാക്കന്മാരെന്ത് ചെയ്യും? വളരെ ഭവ്യതയോടുകൂടി അവരെ സ്വീകരിക്കും, അല്ലെ? അങ്ങനെ ഈ സന്യാസി വരുന്ന വേണ്ട എന്താ പറയാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തെ സൽക്കരിക്കുകയൊക്കെ ചെയ്തിട്ട് എന്താണ് വന്നതിന്റെ ആഗമന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ സന്യാസി പറഞ്ഞു, എനിക്കിപ്പോ ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പം രാജാവ് ചോദിച്ചു, എന്താ അങ്ങേക്ക് ഉറങ്ങാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ട്? കാരണം എല്ലാ ലൗകിക സുഖങ്ങളും ത്യജിച്ച് ഈശ്വരനെ അർപ്പിക്കുന്ന ആളുകളാണ് സന്യാസി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമ്മുടെ അയൽ രാജ്യത്തുള്ള ഒരു രാജാവ് എനിക്ക് കുറേയേറെ നാണയങ്ങൾ, കുറേയേറെ സമ്പത്ത് എന്റെ കയ്യിൽ തന്നു. അപ്പൊ എന്റെ ധാരാളം നാണയങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. ആ നാണയങ്ങൾ എന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്